ഉലക നായകനെ കമലഹാസനെ നായകനാക്കിയിട്ട് ശങ്കർ സംവിധാനം ചെയ്ത ഇന്ത്യൻ 2 എന്ന് പറയുന്ന സിനിമ കണ്ടിറങ്ങിയതേ ഉള്ളൂ. അപ്പോൾ കണ്ടതിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ എടുത്ത് പറയാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഏകദേശം എല്ലാവർക്കും അറിയാം, ശങ്കർ എന്ന് പറഞ്ഞ ഒരു സംവിധായകൻ ഏറ്റവും കൂടുതൽ ബിഗ് ബജറ്റ് ചിത്രങ്ങളും അല്ലെങ്കിൽ ബ്രഹ്മാണ്ഡ ചിത്രങ്ങളൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ആ ഒരു എന്തായാലും ഈ സിനിമയിലൊക്കെ എല്ലാ ഭാഗത്തും കാണാൻ പറ്റിയിട്ടില്ലേ? അതെ, ബ്രഹ്മാണ്ഡ സിനിമ ആക്കി തീർക്കാൻ വേണ്ടി ശങ്കർ ഒരുപാട് പൈസ ചെലവാക്കിയിട്ട് ഒരുപാട് പൈസ പ്രൊഡ്യൂസറിനെ ചെലവാക്കിയിട്ടുണ്ട്. കാരണം ഒരു പാട്ടിനാണെങ്കിലും ശരി, അതുപോലെ എന്താ ഓരോ വില്ലന്മാരെ കാണിക്കുന്ന അല്ലെങ്കിൽ ഒരു അഴിമതി നടത്തുന്ന ആളുകളെ കാണിക്കുന്ന സീനൊക്കെ അവരുടെ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ കാണിക്കുന്നത്. പിന്നെ കഥയുടെ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഇന്ത്യൻ 1 ഏകദേശം നമ്മൾ ചെറിയ തരത്തിലുള്ള അഴിമതികളും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് 10,000. പക്ഷെ ഈ ഒരു കാലഘട്ടത്തിന്റെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ അത് ലക്ഷം കോടികളായിട്ടുള്ള കാണിച്ചു കൂട്ടുന്ന വലിയ ഹ്യൂജ് എമൗണ്ടുകളാണ് ഇന്നത്തെ കാലത്ത് അഴിമതിയായിട്ട് നടക്കുന്നത്, കൈക്കൂലിയായിട്ട് നടക്കുന്നത്. അപ്പൊ ആ ഒരു തീം അത് തന്നെയാണല്ലേ. ഇങ്ങനെയുള്ള കറപ്ഷനും കാര്യങ്ങളും കൂടുന്ന ഈ ഒരു 2024 കാലഘട്ടത്തില് ഇന്ത്യൻ താത്തക്ക് വരേണ്ട ഒരു അവസ്ഥ വരുന്നു. തായ്വാനിൽ നിന്ന് ഇന്ത്യൻ താത്ത ഇന്ത്യയിലേക്ക് വരുന്നു. എന്നിട്ട് ഓരോരുത്തരെ തെരഞ്ഞു പിടിച്ചിട്ട് കൊല്ലുന്നത്. ഓരോരുത്തരെ തെരഞ്ഞു പിടിച്ചിട്ട് അവർ ചെയ്ത കാര്യങ്ങളൊക്കെ വെച്ചോണ്ട് പണ്ടത്തെ സാധനം തന്നെ മർമ്മം. അതെ, മർമ്മം. എത്ര ആളുകൾ വന്നാലും, എത്ര തോക്കേന്ത്യ പോലീസുകാർ വന്നാലും, എത്ര വാളെടുത്തിട്ട് വില്ലന്മാര് വന്നാലും താത്താക്ക് ഈ ഒറ്റ കാര്യം മതി, മർമ്മം. ഓരോ മർമ്മം ചെയ്യുന്നത് രക്ഷപ്പെടുക. ഓരോ ആളുകളെ കൊല്ലുമ്പോൾ ഓരോ മർമ്മം ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമുക്ക് കൺഫ്യൂഷൻ ആവണ്ടെന്ന് ചോദിച്ചിട്ട് കൊന്നു കഴിഞ്ഞിട്ട് ഇന്ന മർമ്മമാണ്, ഇന്ന ചെയ്ത് ഇന്ന പോലെയൊക്കെ സംഭവിക്കുന്നതൊക്കെ നമുക്ക് വിശദീകരിച്ച് തരുന്നുണ്ട് ശങ്കർ. മാക്സിമം അത് നമ്മൾ ഒരു ഫേക്ക് ആണ് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ നടക്കുമെന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല, അങ്ങനെയൊക്കെ ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിട്ട് അതൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ അതല്ല, നമുക്ക് എടുത്തു പറയേണ്ട കാര്യങ്ങൾ AI ഉപയോഗിച്ചുകൊണ്ട് തന്നെ വിവേകിനെയും അതുപോലെ തന്നെ നമ്മുടെ നെടുമുടി ചേട്ടനെ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും നല്ല ഗംഭീര ലുക്കാണ്. കാരണം നമുക്ക് AI ആണെന്ന് മനസ്സിലാത്ത തരത്തിലുള്ള ഒരു മേക്ക് ഓവർ. ആദ്യമായിട്ട് ഇങ്ങനെ ഒരു സംഭവം ചെയ്യുമ്പോൾ അതിന്റെ പോരായ്മകളൊന്നും കാണുന്നില്ല. നെടുമുടിനൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒരു നാച്ചുറാലിറ്റിയിൽ കൊണ്ടുവരാൻ സാധിച്ചിട്ട്, വിവേകാണെങ്കിൽ ചില സ്ഥലത്ത് മാത്രമാണ് ഇതൊരു ആർട്ടിഫിഷ്യൽ ആണെന്നുള്ള ഒരു കാര്യം നമുക്ക് മനസ്സിലാവണം. ബാക്കി എല്ലാ ഭാഗവും നോക്കുകയാണെങ്കിൽ ഓക്കെയാണ്. പിന്നെ ബോബി സിമ, അതേപോലെ എടുത്തു പറയേണ്ടത് നമ്മുടെ സിദ്ധാർത്ഥ് അടിപൊളി അഭിനയാണ്. അതുപോലെ തന്നെ സമുദ്രഖനി പിന്നെ പറയേണ്ട സീനൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്, രണ്ടുപേരും ചെയ്തിട്ടുണ്ട്. മെയിൻ ആയിട്ട് എന്താ വെച്ചാൽ കൈക്കൂലി, അതായത് ആ സിനിമയിലത്തെ ആ തീം ഇന്നത്തെ കാലത്തേക്ക് ആ കൈക്കൂലി അഴിമതിയും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുമ്പോ എന്താണെന്ന്. പക്ഷെ ഈ ഒരു കഥ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് സിനിമകൾ കണ്ട കഥയാണ്. അപ്പൊ അതിൽ വ്യത്യസ്തമായിട്ട് ഇതിൽ ഒന്നും ചെയ്തു വെച്ചിട്ടില്ല, കുറെ പൈസ ചെലവാക്കിണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അതെ, ബ്രഹ്മാണ്ഡ സിനിമ എടുക്കുന്ന ആളാണ് ഞാനെന്ന് ശങ്കർ കാണിച്ചിരുന്ന ഒരു സിനിമയായിട്ട് ഇതിനെ കാണണം. പിന്നെ രണ്ടാം ഭാഗം ഇവിടെ അവസാനിക്കുന്നില്ല. രണ്ടാം ഭാഗത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കിപ്പോ ഒരു തവണ കാണാം, അത്രേ ഉള്ളൂ. വലിയ നമ്മൾ പ്രതീക്ഷയും കാര്യങ്ങളും വെച്ച് പോകാം. ഒന്നാം ഭാഗത്തിന്റെ തുടർക്കഥ എന്ന് പറഞ്ഞ ലെവലിലേക്ക് പോയിട്ടുള്ള അതിന് മാത്രമുള്ള ഒന്നാം ഭാഗത്തിന്റെ ലെവലും ആ സിനിമയിലെ മ്യൂസിക് ആണെങ്കിലും ശരി, ആ സിനിമയുടെ സംവിധാനം വലിയൊരു കാര്യമായിട്ട് ആ പാട്ട് ഒരെണ്ണം നന്നായിട്ടുണ്ട്. പിന്നെ BGM ഒക്കെ അത്യാവശ്യം ആവറേജ് BGM, ഒരു വലിയ രീതിയിലുള്ള BGM കാര്യങ്ങളും കൊടുത്തിട്ടില്ല. പക്ഷെ നല്ല രീതിയിൽ തിയേറ്ററിൽ കേൾക്കുമ്പോൾ നല്ല രസം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു തവണ കണ്ടോണ്ടിരിക്കാം. പിന്നെ അവസാനിപ്പിക്കുന്ന അവസാനിപ്പിക്കുന്ന ഭാഗത്ത് എഴുതി കാണിച്ചത് നമ്മൾ ചോദിച്ചു പടം കഴിഞ്ഞു. പടം കഴിഞ്ഞിട്ടില്ല, 2025 ഇതിന്റെ ഇന്ത്യൻ 3 വരുന്നുണ്ടെന്നാണ് അതിൽ കാണിച്ചിട്ടുള്ളത്. അതിലാണ് നമ്മൾ വിചാരിക്കാത്ത ഓരോ ആൾക്കാരുള്ളത്. അതെ, SD സൂര്യക്കൊക്കെ ശരിക്കുള്ള ലീഡ് അതിലാണ് വരുന്നത്. പിന്നെ അതിൽ കാജൽ അഗർവാൾ വരുന്നുണ്ട്, അത് 3-ാം ഭാഗത്തിലാണ് വരുന്നത്. അപ്പൊ പടം കഴിഞ്ഞു നിർത്തിയാണ് എണീച്ചു വേണ്ട ഒരു ചെറിയ ട്രെയിലർ വെച്ചിട്ടുണ്ട്. ഫിലിം ബൈ ശങ്കർ എന്ന് പറഞ്ഞിട്ട് എഴുതിയാണെങ്കിൽ ആരും പോകണ്ട, കുറച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൂടി കണ്ടിട്ട് പോവുക. അപ്പൊ എന്തായാലും വലിയ രീതിയിൽ പ്രതീക്ഷ വെച്ച് ആരും സിനിമക്ക് പോകണ്ട. ഒരു തവണ ഒരു ശങ്കർ സിനിമ കാണാന്നുള്ള ലെവലിൽ പോയാൽ മതി. കമലഹാസന്റെ കമലഹാസനെ ആളുകൾ എന്തിനാ ഉപയോഗിക്കുന്നത്? കുറെ വേഷം അങ്ങോട്ട് മാറി ചെയ്യും. ഈ ചിയാൻ വിക്രമിന് അതുപോലെ തന്നെ കമലഹാസനൊക്കെ ഉപയോഗിക്കുന്നത് അങ്ങനെയാണ്. ആ ഒരു തരത്തിലുള്ള ഒരു സിനിമ വലിയ പ്രതീക്ഷ ആയിരിക്കും വേണ്ട. സമയം പൈസ ഒക്കെ ഉള്ള ആവറേജ് സിനിമ അത്ര ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളൂ. ഈ ഒരു സിനിമ കണ്ടിട്ട് ഞങ്ങൾക്ക് തോന്നിയ ഞങ്ങളുടെ അഭിപ്രായമാണ് ഞങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. സിനിമ കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണുക. എന്തായാലും അവർക്ക് ഒരു വട്ടം കാണാനുള്ള പടമൊക്കെ ഉണ്ട്. ഒരു വട്ടം കാണാം. ജസ്റ്റ് ഒരു ആവറേജ്. അതിന് വേണ്ടിട്ട് ജോലി ഒന്നും മുടക്കി പോകേണ്ട, ഒഴിവുള്ള മതി. പിന്നെ ഇതിൽ കമലഹാസൻ പറഞ്ഞ പോലെ ഇന്ത്യൻ 3 ഉണ്ടാവും എന്നുള്ള കാരണം കൊണ്ടാണ് ഈ ഒരു സിനിമ ചെയ്തതെന്നാണ് പറയുന്നത്. അപ്പൊ ഒന്നുകൂടിയും ബെറ്റർ അത് 3 ആയിരിക്കും എന്ന് തോന്നുന്നു. അത് പ്രൊമോഷൻ വേണ്ടി പറഞ്ഞാന്ന് അറിയില്ല. അതെ, അതും എന്തിനാന്ന് പറഞ്ഞറിയില്ല. അപ്പൊ എന്തായാലും സിനിമ എല്ലാവരും പോയി കാണുക. ഒരു പഞ്ച് തന്നിട്ടില്ല കേട്ടോ സിനിമ. മൂന്നാമത് വേണ്ടി കാത്തിരിക്കാൻ മാത്രമുള്ള പഞ്ചും കാര്യങ്ങളും തന്നിട്ടില്ല. ഇനിയിപ്പോ എന്താവും എന്നുള്ളത് നമുക്ക് 2025 കാത്തിരിക്കാം. അപ്പൊ എന്നാ സിനിമ കണ്ടവർ നിങ്ങളെ അഭിപ്രായം കമന്റ് ചെയ്യല്ലേ.